വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നത്. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലൈറ്റാണ്. അപ്പോൾ ചിക്കനകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിതിലേക്ക് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിനി കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ദാണ്ട് ഇവിടെ നല്ല ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരം നമ്മൾ ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മാത്രം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലില്ലാത്ത കഷ്ണം നോക്കി എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ ജാറിനകത്തിട്ട് ക്രഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ജാറ് പെട്ടെന്ന് ചീത്തയായി പോവും, കേടായി പോവും. അപ്പോൾ ഇതിന് നമുക്ക് നല്ല ഒന്ന് ഈ സവാളയ്ക്കകത്തൊക്കെ കിടന്നൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കട്ട്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ പൊട്ടറ്റോ ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അതേപോലെ ബ്രെഡിൻ്റെ പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കട്ട്ലൈറ്റ് മുങ്ങുന്ന രീതി വേണമെങ്കിൽ എണ്ണ എടുക്കാം. അപ്പോൾ ഞാൻ അത്രത്തോളം ഒന്നും എണ്ണ എടുക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. പുതിയതായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ടു പോകാതെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. കണ്ടിട്ട് തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ ആരും മറക്കരുത്. എന്നാലേ നമുക്ക് തുടർന്ന് വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ ഒരു സൈഡിലൂടെ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, ടാറ്റാ, ബൈ.